എന്താ മുക്രി പറ്റിയേ? പടച്ച റബ്ബല്ലാലിമിനാ തമ്പുരാനെ എട്ടങ്കാനായില്ലപ്പത്. അതെ, ഇന്നലെ രാത്രി എന്തിനാ സുഹൃതം വന്നത്? റംലു എന്തേ? റംലു അതെ, റംലു 2 ദിവസമായിട്ട് അവളുടെ വീട്ടിൽ പോയേക്കാ. സുഹൃതം വന്നത് ഞങ്ങളെ കണ്ടോ? സുഹൃത്തേട്ടൻ വന്നത് എന്റെ അടുത്തേക്കാ. നിന്റെ അടുത്താ? എന്തിന്? എന്റെ കെട്ടിയവൻ എന്റെ അടുത്ത് വന്നത് എന്തിനാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണ? കേക്കണോ നിങ്ങക്ക്? മതിയായില്ലടാ നിനക്കൊക്കെ. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ അതിന്റെയൊക്കെ ഭായി കളിച്ചത്. ഇനി ഒരു ഒറ്റ മിനിറ്റ് ഉണ്ടല്ലോ അവൻ ഈ നാട്ടി വെച്ചേക്കൂല. പ്രസിഡന്റ് അന്നേ അവന്റെ ഒരു ഭായി. എല്ലാവരും നിന്നേ. റംലുവിന്റെ ബാപ്പനെ കണ്ടിരുന്നു. റംലു അവിടെയുണ്ട്. അറിഞ്ഞു ഉസ്താദേ, ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ്. ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ഏതോ ഒരുത്തൻ വിളിച്ച് ഇവിടുത്തെ കഥ കരീമിനെ അറിയിച്ചു. കരീം അത് കേട്ട പാതി കേൾക്കാത്ത പാതി റംലുവിന്റെ വാപ്പാനെ വിളിച്ച് മുട്ടനെ തെറി വിളിച്ചു. അല്ല ഉസ്താദേ, ആരെങ്കിലും വിളിച്ച് അറിയിച്ചെന്ന് വിചാരിച്ച് അവന് വെളിവില്ലേ? അവളവിടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ? ചിന്തിക്കാനാണ് സ്വല്പം വെളിവ് വേണ്ടേ മുക്രി. ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. റംലു കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു. ഫ്ലാസ്കോ എന്നുവെച്ചാ? ഓ, അതുപോലും അറിയത്തില്ലടാ നിനക്ക്. ഫസ്ക് ഓളോനെ അങ്ങോട്ട് മൊഴി ചൊല്ലാന്ന്. മതിയായില്ലടാ നിനക്കൊക്കെ. ഓന്റെയൊക്കെ മറ്റോടത്തെ ഒരു ഭായി. മിടുക്കി. അവളാണ് എന്തായാലും കിട്ടാൻ കാത്തിരിക്കായിരുന്നു. ഇനിയിപ്പോ മുജിയായിട്ടുള്ള കെട്ട് നടത്താലോ. ഇനിയിപ്പോ മുജിക്ക് 2 വട്ടം ഒരുമിച്ച് നടത്താലോ. ഇനിയിപ്പോ ഇതായിരിക്കും ഭായി ഉദ്ദേശിച്ചത്. പിന്നല്ലാണ്ട് ഒന്നും കാണാതെ ഭായി കളിക്കൂല. ഇപ്പൊ എന്തായി? ചേരേണ്ടവര് ചേർന്ന. ഇപ്പൊ മനസ്സിലായ ഭായി വെറും വാക്ക് പറയൂലെന്ന്. മുജിയെ, എല്ലാം ഭായിയുടെ അനുഗ്രഹം അല്ലേ മുജി? നീ ആ ഭായി ഒന്ന് കയറി കണ്ട് കല്യാണം വിളിച്ചേരെ. കാലിയാക്ക, നിങ്ങൾ നാട് വെറുതെ കുട്ടിച്ചോറാക്കല്ലേ. ഉള്ള നേരം കൊണ്ട് ആ ഭായിനെ വണ്ടി കയറ്റി വിടാൻ നോക്ക്. നീ എന്താടാ ഈ പറയണേ? ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഭായിയെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം കൂടൂല കേട്ടാ. എന്നാലും കുഴപ്പമില്ല, അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ കിട്ടൂല. മുജി, അങ്ങരുടെ ശാപം കിട്ടിയ ഈ കല്യാണം വരെ മുടങ്ങും, പറഞ്ഞേക്കാം. ആയിക്കോട്ടെ, നിങ്ങൾക്കും ഭായിക്കും പറ്റുമെങ്കിൽ എന്റെ ഫാത്തിന്റെ കെട്ടൊന്ന് മുടക്ക്, എന്നാ ഞാൻ വിശ്വസിക്കാം. പറഞ്ഞത് കറക്റ്റ്. ഫാത്തിയുടെ കെട്ട് മുടങ്ങിയ ഞങ്ങൾ വിശ്വസിക്കാൻ ഭായിന്. ഒന്ന് മുടക്കി കാണിക്കും. എന്നാ കാണാം. കാണാം കാണാം കാണാം. അങ്ങനെ അങ്ങ് പോവല്ലേ. കെട്ട് മുടങ്ങിയില്ലെങ്കിൽ ഭായിനെ ബംഗാളിലേക്ക് കയറ്റി വിടുവോ? അത് ഞങ്ങൾക്ക് മംഗളോട് കൂടിയാലേ. ഉറപ്പിച്ചു വരെ നിങ്ങൾക്കും ഭായിനെ അങ്ങ് വിശ്വാസമല്ല അല്ലേ? കയറ്റി വിട്ടിരിക്കും. അങ്ങനെ സംഭവിച്ച അത് ഈ പെരുമാനിയുടെ തീരാ നഷ്ടം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മുടങ്ങൂലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? സ്വർണം, ഉടുപ്പുകള്, നാസർ. പ്രസിഡന്റ്, മറ്റന്നാളാ കല്യാണം. 2 വീട്ടിലൊരുക്കങ്ങൾ കഴിഞ്ഞ് ഇനി എന്ത് പ്രശ്ന? അല്ല, ഭായ് കല്യാണം മുടക്കൂലേ? ഭായി കല്യാണം മുടക്കിയില്ലെങ്കിൽ എന്ത് വില കൊടുത്തും നമ്മൾ ഈ കല്യാണം മുടക്കും. അത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇതിപ്പോ പെരുമാനയുടെ മൊത്തം പ്രശ്നമാണ്. എന്ത് വില കൊടുത്തും നമുക്ക് ഈ കല്യാണം നടത്തണം. നിങ്ങൾ പേടിക്കണ്ട, എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനി തങ്ങൾ ഏറ്റെടുത്തോളൂ. പെരുമാനിക്ക് ആപത്ത് വരുന്നൊന്നും തങ്ങൾ ചെയ്യൂല. ഈ കെട്ട് നടക്കും, അത് കട്ടായ. ആ തട്ടൻ അത് ഉണ്ടാക്കി തരില്ലെന്ന്. ഇപ്പൊ എന്താ ചെയ്യാ? മുടക്കുന്നേ. എത്ര മുടക്കിയാലും ഉണ്ടാക്കില്ലാന്ന്. എടാ, കല്യാണം മുടക്കാന് ഇത് എത്ര തവണ ഞാൻ പറയണ അഭി? എനിക്കൊരു സൂപ്പർ ഐഡിയ ഉണ്ട്. നീ ഇന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് വാ, ഞാൻ ജനാല തുറന്നു വെക്കാം. ഇത് ടിൻഡു നാസൊക്കെ വിളിച്ച് പറയട്ടെ. ഇതറിഞ്ഞ അങ്ങനെ എന്നെ കിട്ടൂല, എനിക്ക് ഉറപ്പാ. എന്നിട്ട് ഞാൻ എങ്ങോട്ട് പോകും? വീണ്ടും മാമന്റെ വായലേക്കാ? എടാ അഭി, നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഒരു പ്രാന്തനെ കെട്ടിട്ട് എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നേ? ഒട്ടിച്ചേർന്നാടാ നിക്കണത്. അതാണ് എന്റെ സങ്കടം. ഇലിപ്പ് കണ്ടിട്ട് ഇന്ന് എന്നെ ഒളിച്ചോടുന്ന മട്ട. ഓടും, ഓനൊറ്റ കൂടും, അല്ലെങ്കിൽ നമ്മളോനെ ഓട്ടിക്കും. ഓനിപ്പോ എന്താ ചെയ്യുന്നേ? ഇപ്പോ
ഇപ്പൊ അവളുടെ കണ്ണീരൊപ്പാടാ. കണ്ണീരാ? എന്തിന്? എനിക്കൊന്നും അറിയില്ല നാസറേ. സത്യം പറ ഫാത്തി, നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? വേറെ ആര്? എടാ അബി, അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഈ നാസർക്കായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കായിരുന്നാ? അബി, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ കല്യാണം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും. എന്ന് വെച്ചാ? എന്ന് വെച്ച രാത്രി നീണ്ട അരണാണ് അടിച്ചോണ്ട് പോയി ഞാൻ പറയും. ഒന്നുമില്ലെങ്കിൽ ഓനെന്തിനാ അവളുടെ കണ്ണീരൊപ്പിയെ? അതും എന്റെ സംശയ. എടാ ഇതൊന്ന് സമാധാനിക്ക്, നമുക്ക് അബീനോട് ചോദിക്കാന്ന്. കല്യാണം വിളിക്കാൻ വന്നതാ. അബീനോട് പറഞ്ഞു ഏൽപ്പിച്ചീന്. എന്നാലും ഒന്ന് നേരിട്ടൊന്ന് വിളിക്കാന്ന് വിചാരിച്ചു. ഓ, അത് കുഴപ്പമില്ലായിരുന്നു. അബി എപ്പോഴും പറയും ഫാത്തിമാനെ പറ്റി. ആ എന്താ പറയല്? അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ. എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാല് ഓരോ തമാശകളൊക്കെ. തമാശ? എന്ത് തമാശ? ഓനെവിടെ? അവന് തീരെ സമയമല്ല വീട്ടിലിരിക്കാൻ. പിരാന്ത് പിടിച്ച പോലെ ഓട്ടാ ടിൻഡോന്റെ കൂടെ. ഓൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിനാ? വല്ല ടൂറോ ആരുടെങ്കിലും കൂടെ? ഇല്ല. ഞങ്ങള് എന്നാ അവിടെ ഇറങ്ങട്ടെ. ശരിക്കൊന്ന് ഓർത്ത് നോക്കിയേ. നാസറേ വാ. ഇപ്പൊ ഓർമ്മ വന്നോ? ഇല്ല. ഇല്ലേ? പറഞ്ഞുണ്ട്. അബി ഇന്ന് വന്നേ. ഈ ഫാത്തിമ തമ്മിൽ എന്തേലും ഉണ്ടോ? ഫാത്തിമാനായിട്ട് എന്ത്? ഒന്നുമില്ല. ഉറപ്പല്ലേ? എന്നാ വിശ്വസിച്ചോട്ടെ. ആയിക്കാ, സത്യമായിട്ടൊന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? വെറുതെ പ്രായം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓനെന്തിനാ കണ്ണീരൊപ്പിയെ? പറ, ഓനെന്തിനാ കണ്ണീരൊപ്പിയെ? മാറിക്ക്, അങ്ങോട്ട് മാറിക്ക് നാസറേ. ഓട്ടെ, ഈ കല്യാണത്തിന് വരണട്ടാ. ആയിക്കോട്ടേക്കാ. വലിയ കാര്യാക്കണ്ട, പെട്ടെന്നുള്ള. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്തേലും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ. വേണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. 5 പാത്തൂൻ്റെ ഒന്നിച്ചങ്ങ് നടത്തിയാലോ? പ്രത്യേക വെളിയും വേണ്ട, ഫുഡും വേണ്ട. ആദ്യം ഫാത്തിന്ന് നടക്കട്ടെ. ഒരു കണക്കിനെല്ലാം ബായി കാരണം. ഉവ്വ, ബായ്. നിങ്ങൾ കണ്ടോ, ഫാത്തിന്റെ കല്യാണം നടക്കുന്നതോടെ ആദ്യം ബായിനെ നാട് കടത്തും. അതോടെ ബായിക്കാരുടെ കച്ചവടം പൊട്ടും. ഡേ മുജി, നീ വേണ്ടാത്ത പ്രശ്നത്തിന് പോണ്ടേ. എനിക്ക് നല്ല പേടിയുണ്ട് ഈ കല്യാണം മുടങ്ങുമെന്ന്. നീ എന്താടെ ഇതുവരെ ഇറച്ചി ഏൽപ്പിക്കാതിരുന്നത്? മറന്ന് അല്ലേ? പേടിക്കണ്ട, ആട് റെഡി. അല്ലാന്ത്രോ, അത് പിന്നെ ഇവൻ വേറെ ആളെ ഏൽപ്പിച്ച്. നമ്മളെ പാത്തുവിന്റെ അതൊരൊക്കെ മറ്റടുത്ത പരിപാടി പോലെ ആയല്ലോ കുച്ചി. എല്ലാ ഞായറാഴ്ച ഓരോ ഇറച്ചി എൻ്റെ അടുത്തു. വലിയ ഇടപാടൊക്കെ അന്നെ ആട്ടുന്നു. ആയിക്കോട്ടെ, രണ്ടും കൂടി ഞായറാഴ്ച വാ, ഇറച്ചി വാങ്ങാം കേട്ടോ. അന്ത്രോ, അങ്ങനെ പിണങ്ങിപ്പോലെ. ഇതിപ്പോ അലാക്കി ലൗലിയും കഞ്ഞിന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എടാ മുജിയെ, ഇനി 2 ദിവസമല്ലേ, ആ ഇസ്മായിൽ ഖാനെ വിളിച്ചാണ്ട് ഒഴിവാക്കിയാലോ? ഞാൻ എങ്ങനെ വിളിച്ചു പറയാനാ? എനിക്കൊരു ആ നമ്പർ കൊണ്ട് എടുക്ക്, ഞാൻ വിളിക്കാം. എൻ്റെ കയ്യിൽ നമ്പറില്ല. നമുക്കൊരു കാര്യം ചെയ്യും, ഫോണയക്ക് പാത്തുത്താൻ്റെ വീട്ടിൽ കയറിയിട്ടേ നമ്പർ മേടിച്ച് വിളിക്കും. ഞാൻ ഇസ്മായിന്റെ വായിലുള്ള അച്ചടി ഭാഷ മുഴുവൻ ഞാൻ കേൾക്കണല്ലോ. എന്റെ തങ്ങളെ. എന്നാ അന്ത്രോ, ഒരു 120 കിലോ ആയിട്ട് റെഡിയാക്ക്. നല്ല കിളുന്താട് ഏറ്റില്ലേ? അല്ലെങ്കിലേ ഞായറാഴ്ച ആടിന് പകരം കുട്ടനെ പൊതിഞ്ഞു തരും. ഇക്കാക്ക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറ. മുക്രി, നീയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാ? ഞാൻ ഇറങ്ങാം മുജേ. ഇക്കാക്ക, നാസർക്ക് ഒരു സൈക്കോയാണ്. എപ്പോഴും സംശയ. അബിയായിട്ട് ചേർത്ത് പറിച്ചില്ല. മുറിയിൽ വരച്ച മാനൊക്കെ മായച്ചു കളഞ്ഞ്. അല്ല, പെൺമാൻ ഞാനും ആൺമാൻ അബിയാണെന്ന് അപ്പൊ പറഞ്ഞു നടക്കണേ. എന്തൊക്കെ പറയണേ പാത്തിയെ? ഞാൻ ഇന്നലെ അബീനെ കണ്ടീന്. നാസറോട് സംസാരിക്കുകയും ചെയ്ത്. ഓനെ പിരിയേറ്റുന്നതേ ആ ഉമേറ. ഓനെ ശരിയായിക്കോളാം, ആ കല്യാണം കഴിയട്ടെ. ഇക്കാക്ക, എനിക്ക് റംലുത്താന്റെ ഗതി വരും. അതുകൊണ്ടാ ഞാൻ പറയണേ.
കരീംഖാനെ പോലെയാ നാസർ. നമുക്ക് അബീനോട് എന്തേലും ഉണ്ടോ? കാക്ക ഞാൻ അബിയുടെ കാര്യമല്ല ഇവിടെ പറയണേ, ഞാൻ നാസർക്കന്റെ പ്രശ്നമാണ് പറയണേ. എന്താ വിജയ, എന്താ പ്രശ്നം? ഓളുടെ ഓരോ തോന്നലുകൾ. എന്താണേ പറയടോ. ഒന്നുമില്ല, നാളെ പള്ളിയിൽ നിന്ന് കാണാം.